ദാമ്പത്യ ബന്ധത്തിൽ ഒട്ടുമിക്ക പുരുഷന്മാരുടെയും ആത്മവിശ്വാസം തന്നെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ് അകാലസ്ഖലനം. ഇംഗ്ലീഷിൽ പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്ന അവസ്ഥ. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആ ലൈംഗിക ബന്ധം തുടങ്ങിയ ഉടൻ തന്നെയോ സ്ഖലനം സംഭവിക്കുന്ന അവസ്ഥ. ചില പുരുഷന്മാർക്ക് ഇത് 1 മിനിറ്റിനുള്ളിൽ തന്നെ സംഭവിച്ചേക്കാം. സത്യത്തിൽ ഈ അകാലസ്ഖലനം എന്ന് പറയുന്നത് ഒരുപാട് പുരുഷന്മാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ദീർഘനേരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിവുള്ള പുരുഷന്മാർക്ക് പോലും ചിലപ്പോൾ അകാലസ്ഖലനം സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന വ്യത്യാസം, ഇങ്ങനെയൊരു അവസ്ഥ നിങ്ങൾക്കുണ്ടായാൽ ആ ഒരു സന്ദർഭം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലുള്ള വ്യത്യാസമാണ് ഈ അകാലസ്ഖലനം നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ബാധിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്. കാരണം നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം എന്ന് പറയുന്നത് നിങ്ങളുടെ ലിംഗമല്ല, നിങ്ങളുടെ മനസ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ അകാലസ്ഖലനം സംഭവിക്കുന്ന ആ ഒരു നിമിഷം അത് എങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അകാലസ്ഖലനം സംഭവിച്ചാൽ പോലും നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും അതൊരു വിഷയമേ ആകത്തില്ല. അപ്പോൾ അത് എങ്ങനെ സാധ്യമാകും എന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രമിക്കുക. കാരണം ഞാനിതിൽ പറയുന്ന ഓരോ ടിപ്സുകളും നിങ്ങളുടെ ദാമ്പത്യ ബന്ധം കൂടുതൽ മെച്ചമാക്കുവാൻ സഹായിക്കും. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുക്ക പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ എടുത്തോ സർജറി ചെയ്തോ ഒന്നും നേരെയാക്കേണ്ട രോഗങ്ങളല്ല. അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൗൺസിലിംഗ് മാത്രം മതി. പക്ഷേ ഈ ഒരു കഴിവ് കേരളത്തിലെ 99% ഡോക്ടർമാർക്കും ഇല്ല. കാരണം ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാർ അവരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിലെത്തിക്കാൻ പരമാവധി സഹായിക്കുക. ആദ്യമായിട്ട് ഒരു അകാലസ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ ചെയ്തുകൂടാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പല പുരുഷന്മാരും അകാലസ്ഖലനം സംഭവിക്കുമ്പോൾ പരിഭ്രാന്തരാകും. ഇത് പിന്നീട് ഒരു സ്വയം കുറ്റപ്പെടുത്തലിലോട്ടൊക്കെയാണ് നയിക്കാറ്. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഇതെൻ്റെ കുറ്റമാണ് എന്ന് തുടങ്ങിയ ചിന്തകൾ കഴിവത്ര മനസ്സിൽ നിന്നും ഒഴിവാക്കുക. ദയവ് ചെയ്ത് കരയുകയോ സങ്കടപ്പെട്ടിരിക്കുകയോ പരസ്പരം പഴിചാരുകയോ ഒന്നും ചെയ്യരുത്. പല പുരുഷന്മാരുടെയും ഒരു വലിയ പേടി അവരുടെ പങ്കാളി അവരെപ്പറ്റി മോശമായിട്ട് ചിന്തിക്കും എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ നിങ്ങളുടെ ഒരു അനുമാനം മാത്രമാണ്. കാരണം നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? രണ്ടാമതായിട്ട് പല പുരുഷന്മാരും കാണിക്കാറുള്ള ഒരു അബദ്ധമാണ് പങ്കാളിയിൽ നിന്നും സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അകന്നു മാറാനുള്ള ഒരു ശ്രമം. പല പുരുഷന്മാരും നാണക്കേട് കാരണം പങ്കാളിയിൽ നിന്നും അകന്നു മാറാൻ ശ്രമിക്കുകയും മുഖം തിരിക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ സ്വന്തം ചിന്തകളിൽ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വരി മറന്നു പോയിട്ട് ചമ്മല് കാരണം വേദി വിട്ട് ഓടാൻ ശ്രമിക്കുന്ന പോലുള്ള ഒരു അവസ്ഥയാണിത്. അപ്പം ഈ ഒരു തെറ്റും നിങ്ങൾ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്യുന്ന പുരുഷന്മാർ മനസ്സിലാക്കാത്ത വേറൊരു കാര്യം, ഇത് നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പത്തെ കൂടിയാണ് ഇത് ഇല്ലാതാക്കുന്നത്. എന്താണ് ഈ വൈകാരികമായിട്ടുള്ള അടുപ്പത്തിൻ്റെ ഒരു പ്രാധാന്യം? ഈ ലൈംഗികത എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് ശാരീരികമായിട്ടുള്ള ഒരു ബന്ധം മാത്രമല്ല, വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം കൂടിയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നാണക്കേടും അപമാനവും ഒക്കെ കാരണം അവളിൽ നിന്നും അകന്നു മാറിയാൽ ആ വൈകാരികമായിട്ടുള്ള അടുപ്പം കൂടിയാണ് അവിടെ ഇല്ലാതാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശാരീരിക ബന്ധം താൽക്കാലികമായിട്ട് നിലച്ചാൽ പോലും ഒരു വൈകാരിക ബന്ധം നിലനിർത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ആത്മവിശ്വാസമുള്ള പ്രാസംഗികർ പ്രസംഗത്തിനിടെ വരി മറന്നു പോയാൽ പോലും ജനങ്ങൾക്കത് മനസ്സിലാകത്തില്ല എന്ന് പറയുന്നത് പോലെ. കാരണം അവർക്ക് ആ ഒരു സന്ദർഭം ജനങ്ങൾക്ക് മനസ്സിലാവാതെ തരണം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അകാലസ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൂടാത്തതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേത് പങ്കാളിയോട് തുറന്നു ചോദിക്കുക എന്നുള്ളതാണ്. അതായത് എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ലൈംഗികപരമായിട്ട് സംതൃപ്തി നൽകുന്നത് എന്ന്. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് അക്ഷരം പ്രതി തന്നെ ചോദിക്കാവുന്നതാണ്. കാരണം ഇത് വളരെ ലളിതവും എന്നാൽ ശക്തിയേറിയതുമായ ഒരു ചോദ്യമാണ്. പല സ്ത്രീകളും അവർക്ക് വേണ്ടത് എന്താണ് എന്ന് നിങ്ങളോട് പറയും. ചില സ്ത്രീകൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മാത്രം മതിയാകും. വേറെ ചില സ്ത്രീകൾ ഒരു ഇടവേള എടുക്കണം എന്ന് പറഞ്ഞേക്കാം. മറ്റു ചില സ്ത്രീകൾ ഓറൽ സെക്സ് ആവശ്യപ്പെട്ടേക്കാം. വിരലുകളിലൂടെ ലൈംഗിക ഉത്തേജനം ആഗ്രഹിക്കുന്ന സ്ത്രീകളുമുണ്ട്. എന്നാൽ വേറെ കുറച്ച് സ്ത്രീകൾക്ക് കെട്ടിപ്പിടിച്ച് കിടന്നാൽ മാത്രം മതിയാകും. അപ്പോൾ അത് എന്ത് തന്നെയായാലും നിങ്ങൾ അവളോട് വ്യക്തമായിട്ട് ചോദിക്കുക. ഒരു സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് ലിംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിന് കൈവിരലുകളും വായും ഒക്കെ ധാരാളമാണ്.
കാരണം ഒരു സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കുന്ന ക്രിസരി എന്ന് പറയുന്ന അവയവം യോനിക്ക് ഉള്ളിലല്ല സ്ഥിതി ചെയ്യുന്നത്, യോനിക്ക് പുറത്താണ്. അപ്പം ഈ ഒരു തിരിച്ചറിവോടുകൂടെ നിങ്ങളുടെ പങ്കാളിയെ രതിമൂർച്ചയിൽ എത്തിക്കുവാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുടെ ലൈംഗിക സംതൃപ്തിയിൽ എത്രത്തോളം താല്പര്യമുണ്ട് എന്നുകൂടെയാണ് വ്യക്തമാക്കുന്നത്. പല പുരുഷന്മാരും മനസ്സിലാക്കാത്ത ഒരു സത്യം, നിങ്ങൾ അകാലസ്ഖലനം സംഭവിക്കുമ്പോൾ ബെഡ്റൂമിൽ കാണിക്കുന്ന ഒരു പരിഭ്രാന്തിയാണ് നിങ്ങളുടെ പങ്കാളിയെയും അസ്വസ്ഥയാക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ അകാലസ്ഖലനത്തെ അംഗീകരിക്കുകയും അതിനെപ്പറ്റി തുറന്ന് സംസാരിക്കാൻ തയ്യാറാകുകയും ആ ബന്ധം വിച്ഛേദിക്കാതെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകാൻ തയ്യാറാകുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളിയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും നിങ്ങളിലുള്ള അവളുടെ വിശ്വാസം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും. സ്ഖലനത്തിന് ശേഷം ബന്ധം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു പ്രധാന കാര്യമാണ് അനുമാനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഇത് പല പുരുഷന്മാർക്കുമുള്ള ഒരു പ്രശ്നമാണ്. അവളുടെ മനസ്സിൽ കയറി അവൾക്ക് വേണ്ടി ചിന്തിക്കാൻ തുടങ്ങും. ഞാനൊരു കഴിവുകെട്ടവനാണ് എന്ന് അവൾക്ക് തോന്നിക്കാണുമോ, എന്നെ അവൾ കളഞ്ഞിട്ട് പോകുമോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നത് വഴി ഇത് നിങ്ങളുടെ ലൈംഗിക താല്പര്യം ഇല്ലാതാക്കുകയും അത് നിങ്ങളുടെ മനസ്സിനെ ദോഷകരമായിട്ട് ബാധിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അനുമാനങ്ങൾ ഒഴിവാക്കി തുറന്ന് സംസാരിക്കാൻ പഠിക്കുക. ഇത് നിങ്ങളെ ശാന്തനും ആത്മവിശ്വാസവുമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റും. ഈ ആത്മവിശ്വാസം എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10 ഇഞ്ച് നീളമുള്ള ലിംഗമുണ്ടെന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ ഇനി അകാലസ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതൊരു വലിയ പ്രശ്നമായിട്ടൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാമെങ്കിലും ശരിയായ സമീപനത്തിലൂടെയും ആശയവിനിമയത്തിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയെ അതിജീവിക്കുവാൻ സാധിക്കും. ഒരു മികച്ച പങ്കാളിയോ കാമുകനോ ഒക്കെ ആകുവാനായിട്ട് നിങ്ങൾക്ക് 6 മണിക്കൂർ തുടർച്ചയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് വേണ്ടത് ശ്രദ്ധയും പരിഗണനയും ആശയവിനിമയത്തിനുള്ള കഴിവുമൊക്കെയാണ്. അപ്പം ഈ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ ഒരു അകാലസ്ഖലനം സംഭവിച്ചാൽ പോലും നിങ്ങൾക്ക് ആ ലൈംഗിക ബന്ധം ഒരു മികച്ച അനുഭവമാക്കി മാറ്റുവാൻ സാധിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.